ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ചെയ്യാൻ. അപ്പോൾ ഇന്ന് നമ്മളൊരു Q&A വീഡിയോ ആണ് ഗൈസ് ചെയ്യാൻ പോകുന്നത്. അതായത് യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും കുറേ പേര് കുറേ ഡൗട്ട് ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റ് ഇട്ടായിരുന്നു, അതായത് ഞാനിങ്ങനെ ഒരു Q&A വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിലും കുറേ പേര് കമൻറ്റ് ഇട്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനകത്തു നിന്നൊക്കെ കുറച്ച് കമൻസൊക്കെ എടുത്ത് കോമൺ ആയിട്ട് പിള്ളേർക്കുള്ള ഡൗട്ടും പിന്നെ കുറേ പേര് മെസ്സേജ് അയച്ച് ചോദിക്കണ കുറേ കേസും, അപ്പോൾ അതൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിലായിട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു പുള്ളി വെച്ചേക്കണതാണ് ഹൗ ടു അപ്ലൈ ഫോർ കെയർ ഹോം പാർട്ട് ടൈം. കെയർ ഹോമിൻ്റെ കേസിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങളിപ്പോൾ ഫ്രണ്ട്സ് വല്ലതും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ത്രൂ റെഫറൻസ് വഴി കയറുകയാണെങ്കിൽ ഒന്നുകൂടി മുൻഗണന കിട്ടും. ഞാനിവിടെ വന്ന സമയത്ത് ഞാനൊരു ഡോംസിലറിൻ്റെ ഒന്ന് നോക്കിയായിരുന്നു. അപ്പോൾ എന്നെ ഒരു പുള്ളി റെഫർ ചെയ്തത്. അപ്പോൾ ആ പുള്ളീൻ്റെ വഴി ആയത് കാരണം പടപടയുന്നായിരുന്നു പ്രോസസ്സിങ്. അല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് ഇൻഡീഡ് സെർച്ച് ചെയ്ത് അപ്ലൈ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഗൂഗിളിൽ കയറുക, ഈ അടുത്തൊക്കെയുള്ള കെയർ ഹോംസ് ഏതാണെന്ന് നോക്കുക, എന്നിട്ട് അവരുടെ ഡയറക്റ്റ് വെബ്സൈറ്റിൽ പോവുക, എന്നിട്ട് അവരെ കോൺടാക്റ്റ് ചെയ്യുക, എന്നിട്ട് നോക്കുക. അല്ലെങ്കിൽ അവരുടെ കരിയർ പേജിൽ കയറി നോക്കിയാലും ചിലപ്പോൾ കിട്ടും, പക്ഷേ അത് കുറച്ച് ഡിലേ ആവും. ഞാൻ പറയണ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കണമായിരിക്കും ഏറ്റവും ബെറ്റർ, ഇപ്പോൾ ആരും റെഫറൊന്നും ചെയ്യാനില്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി ചാൻസ് കൂടുതൽ, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അടുത്ത വന്നേക്കണ കമൻറ്റാണ് 2027 ആ ടൈമിൽ UK പഠിക്കാൻ വന്നിട്ട് കാര്യമുണ്ടോ, എന്താ ബ്രോഡ്? 2027 ഇത് 25 അല്ല, 25, 26, 27. ഇപ്പം ഇതിനെനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ 2027 എന്നാ സംഭവിക്കുമെന്ന് പോലും ആർക്കും അറിയത്തില്ല. ഞാനിവിടെ കയറി വന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു ലോയല്ല ഇപ്പോൾ അവർ കൊണ്ടുവരാൻ നോക്കുന്നത്. ഇപ്പോൾ ഒരു മറ്റേ PSWൻ്റെ കേസൊക്കെ ഇപ്പോൾ പ്രൊപ്പോസൽ വെച്ചിട്ടുണ്ട്, അതൊക്കെ എപ്പോൾ വരുമെന്ന് അറിയത്തില്ല. അതായത് ഈ 18 മാസത്തേക്കൊക്കെ ചുരുക്കണം. അപ്പോൾ ഈ 2027 കേസിൽ ചിലപ്പോൾ അടച്ചു വരാൻ പൂട്ടാം, പറയാൻ പറ്റില്ല. ഇവന്മാരായതാണ് ഇപ്പോഴത്തെ കുറേ കലാപം അതും ഇതൊക്കെ പൊട്ടി മുളക്കണുണ്ട്. അപ്പോൾ 2027 കേസ് അത് അന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ, ഇപ്പോഴേ നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ ഞാൻ മറ്റേ പുള്ളിക്കാരത്തേക്കായിരുന്നു, മറ്റേ സുനാമി നാളെ വരും മറ്റന്നാൾ വരും, ഈ കേസൊന്നും പറയാൻ പറ്റില്ല. ഇവന്മാർ ഈ അടിക്കടി നിൽപ്പിലായിരിക്കും ഈ ലോ ചേഞ്ച് ചെയ്യണം. അപ്പോൾ 2027 കേസിൽ കണ്ടറിയാം. ഒരു 2026 ഒരു പകുതിയോട് കൂടി നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപം കിട്ടും എന്തായിരിക്കും 2027 അവസ്ഥയിൽ. അപ്പോൾ അതപ്പോൾ നോക്കാം ബ്രോ, അല്ലാണ്ട് ഞാനിപ്പോൾ എന്നെ പറയണേ 2027 കേസ്. ഞാൻ അടുത്ത വന്നേക്കുന്ന ഒരു കമൻറ്റാണ്, എൻ്റെ പൊന്നോ, ഡിഡ് യു എവർ റിഗ്രറ്റ് ഗോയിങ് ടു UK, ലൈക്ക് സീരിയസ്ലി റിഗ്രറ്റഡ് യുവർ ഡിസിഷൻ? അത് വല്ലാതെ ദിവസം കേട്ടോ. ഞാൻ റിഗ്രറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എൻ്റെ ഡിസിഷൻ ഇങ്ങോട്ട് വരാനുള്ളത്. ഞാനിപ്പോൾ എന്നാ പറയണേ, ഇനി ഞാൻ ആദ്യം ഞാൻ ഇവിടെ വന്നിറങ്ങിയ 2-3 മാസം ഞാൻ കുറേ എന്നെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. എന്തിൻ്റെ കേടായിരുന്നു, എന്തിൻ്റെ ഇളക്കായിരുന്നു, മര്യാദയ്ക്ക് അവിടെ 4 നേരം ഭക്ഷണം കിട്ടിക്കൊണ്ടിരുന്നത്, വെറുതെ ചാടിക്കേറി ഇങ്ങനെ വന്നു. അത് ഈ ചെറുപ്രായത്തിൽ തന്നെ എന്തിൻ്റെ ഇളക്കായിരുന്നു എന്നൊക്കെ. പക്ഷേ അതൊക്കെ ഒരു കുറച്ച് നാളത്തെ ഒരു ഇതുള്ളൂ. ഒരു 2-3 മാസം കഴിയുമ്പോൾ നിങ്ങൾക്കൊരു നല്ല ജോബൊക്കെ ഇവിടെ സെറ്റാവും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു തോട്ടൊക്കെ മാറും. കാരണം എന്ന് വെച്ചാൽ നാട്ടിൽ കിട്ടുന്ന ഒരു എമൗണ്ടൊന്നും അല്ല കൈ വരാൻ തുടങ്ങുന്നത്. അപ്പോൾ നാട്ടിൽ നിങ്ങൾക്ക് നടക്കാത്ത കുറേ ആഗ്രഹങ്ങളൊക്കെ ഇവിടെ പുഷ്പം പോലെ നടക്കും. എന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര പർച്ചേസിങ് പവർ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നാട്ടിൽ നിങ്ങളൊരു സാധാ ഒരു ഫ്രഷറായിട്ട് ഏതെങ്കിലും ഒരു കുഞ്ച് ജോലിക്ക് കയറിയ അപ്പം അതിന് നിങ്ങളുടെ കുറേ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. ഇപ്പോൾ നിങ്ങൾക്കൊരു നല്ലൊരു മൊബൈൽ മേടിക്കണം, ഒരു പോട്ടെ വലിയ ഐഫോണൊന്നും പോകണ്ട, ഒരു 10-25 രൂപ മൊബൈൽ മേടിക്കണം. പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഒരു സംഭവം നടക്കില്ല. പക്ഷേ ഇവിടെ വേണമെങ്കിൽ ഒരു 1 വീക്ക് കൊണ്ട് നിങ്ങൾക്ക് ആ സംഭവം എടുക്കാൻ പറ്റും. വീക്കിലി തന്നെ 20K പൊക്കത്ത് ജസ്റ്റ് വീക്കിൽ തന്നെ കിട്ടും. അപ്പോൾ അതൊക്കെ കൊണ്ട് നോക്കുമ്പോൾ ഈ കൊച്ചു വെച്ചാൽ എൻ്റെ കേസാട്ടോ, വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഞാൻ കുറേ വെറുത്തിട്ടുണ്ട്. ഇപ്പം എന്നെ പിടിച്ച രാജ്യം എന്ന് എന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആരെ കണ്ടാലും ആരെ വിളിച്ചാലും പുല്ല് പെട്ട് ആ ഒരു സാധനമായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഭയങ്കര കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതായത് ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് ഇവിടുത്തെ ഒരു പൊട്ടൻഷ്യൽ നമ്മൾ മനസ്സിലാക്കണം. സപ്പോസ് ഇപ്പോൾ എങ്ങനെ പറയുക, ഞാൻ കാണുന്ന രീതി വേറെ ആയതുകൊണ്ടറിയാം. ഇപ്പോൾ എൻ്റെ ഞാൻ വർക്ക് ചെയ്യണ ഒരു ഷോപ്പിൽ, അത് ജസ്റ്റ് ഒരു ഷോപ്പ്, ആ ഷോപ്പിൽ എന്നെ കുറച്ച് കോഫീസ് കൊടുക്കുന്നുണ്ട്, കുറച്ച് സാൻഡ്വിച്ചസ് കൊടുക്കുന്നുണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ആ കട ഒരു ദിവസം ജനറേറ്റ് എന്ന് വെച്ചാൽ 3 ലക്ഷം തൊട്ട് 5 ലക്ഷം രൂപ വരെ ജസ്റ്റ് ഒരു സിംഗിൾ ഡേയിൽ ആ കടയിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു പൊട്ടൻഷ്യലൊന്നും ഓർത്ത് നോക്കുക ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് പക്കായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കഴിവോ അല്ലെങ്കിൽ നിങ്ങൾക്കിങ്ങനെ ബിസിനസ് പരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഇതൊക്കെ ഉണ്ടെങ്കിൽ പൊന്നുമോനെ പറ്റിയ സ്ഥലമാണ്. നാട്ടിലത്തെ ഒരു സംഭവമൊന്നുമല്ല. ഇവിടെ ഒരു പക്ക ഒരു പ്ലാനോ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് എന്തൊക്കെ ചെയ്യാമെന്നുള്ളൊരു ഇതുണ്ടെങ്കിൽ പറ്റിയ സ്ഥലമാണ് UK. ഇപ്പോഴും ഞാൻ പറയാം, ഇവിടെ വന്ന്
എത്ര പേരാണ് രക്ഷപ്പെട്ടേക്കുന്നത്. അത് അവരൊന്നും പൊങ്ങി വരത്തില്ല, ഈ നാട്ടിലേക്ക് തിരിച്ചുപോയ ഐറ്റങ്ങൾ മാത്രമേ വരത്തുള്ളൂ. ഈ കേസ് പറയുമ്പോഴാണ് എനിക്ക് വേറൊരു കേസ് പറയാൻ വന്നത്. ഇതിനകത്ത് കുറച്ച് പേര് ഇന്ന കോഴ്സ് നല്ലതാണ്, അവിടെ വന്നിട്ട് സ്കോപ്പ് ഉണ്ടോ, ഞാനിങ്ങനെ കയറി വരാൻ നിൽക്കുകയാണ്. അത് ഇവന്മാരുടെ ഈ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ അറിയാം അവർക്കൊരു എന്നാ പറയുന്നത്, ഒരു താല്പര്യം ഉണ്ടായിട്ട് വന്നതല്ല. എല്ലാവരും പോണ്, എന്നാൽ പിന്നെ ഞാനും കൂടി പോയേക്കാം. ഇങ്ങനെ വന്ന് ഇറങ്ങണവന്മാർ തന്നെ ഒരു 2 കൊല്ലം കഴിയുമ്പോൾ തിരിച്ച് നാട്ടിലായിട്ട് കയറിപ്പോകും, ഒന്നും കിട്ടാണ്ട്. എന്നിട്ട് അവിടെ പോയി ഇവിടെ കൊള്ളിയല്ലെന്നേ, ഇവിടെ അലമ്പായ വിസയൊന്നും കിട്ടത്തില്ല. അതേസമയം ചില ആൾക്കാരുണ്ട് നാട്ടിൽ നിന്ന് തന്നെ നല്ല ആഗ്രഹമായിരിക്കും ഇവിടെ വന്ന് പഠിച്ച് ഇവിടെ ഒരു ജോബ് കിട്ടണം. അപ്പോൾ അവന്മാർക്ക് പക്ക ഒരു പ്ലാൻ ഉണ്ടായിരിക്കും, അതായത് ഇവിടെ വന്നിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ജസ്റ്റ് ഒരു ഇൻറ്റേൺഷിപ്പ് എൻറോൾ ചെയ്യണം. ആ എക്സ്പീരിയൻസ് വെച്ച് 1 ഇയർ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ അവന്മാർക്ക് ഒരു 1 ഇയർ എക്സ്പീരിയൻസ് വെച്ച് നല്ല കമ്പനി കയറി കഴിഞ്ഞാൽ എനിക്ക് വിസ കിട്ടും. പോരാത്തതിനും ആ കമ്പനി കയറാനായിട്ട് എനിക്ക് എന്തൊക്കെ സ്കിൽസ് വേണം അതൊക്കെ അവന്മാർ ഡെവലപ്പ് ചെയ്യും, അവന്മാർ കയറി പോയി തന്നെ ചെയ്യും. അല്ലാത്ത വശം ഏതാണ്ട് എവിടെയാണ് കിടക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി എടുക്കും, അതിനകത്ത് ആരും എടുക്കാത്ത ഒരു പന്ന പിടിച്ച കോഴ്സും എടുക്കും, എന്നിട്ട് ഇങ്ങനെ കയറി വരികയും ചെയ്യും. എന്നിട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ട് അയ്യോ ഇതെല്ലാവരും ഇത് എടുക്കണം, അല്ല ഇത് എളുപ്പവാസന. അപ്പോൾ അന്യായ കോമ്പറ്റീഷൻ നേരിടേണ്ടി വരും. പോരാത്തതിന് പ്രീവിയസ് എക്സ്പീരിയൻസും ഇല്ല, ഫ്രഷറുമാണ്, വേറെ ഓപ്ഷനൊന്നുമില്ല. അപ്പോൾ ഞാൻ പറയാനുള്ളത് വെച്ചാൽ നാട്ടിലത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ, കേരളത്തിൽ തന്നെ ഒരു ജോബ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് പാടാണെന്ന്. ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പോൾ UK-ലും പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് വെറുതെ ഇങ്ങനെ ഓടിച്ചാടി വന്ന് ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് പാസ്സായി നിനക്ക് ഇവിടെ ജോബ് തന്നേക്കാന്നുള്ള ആരും നിൽക്കുന്നില്ല. അവർക്ക് നിങ്ങളിൽ നിന്ന് എന്താണോ വേണ്ടത്, അതായത് അവർക്ക് വേണ്ട ഏതെങ്കിലും സ്കിൽസോ അവർക്ക് വേണ്ട ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ഭയങ്കര കഴിവുള്ള ആളാണെന്ന് തെളിയിച്ച് കഴിഞ്ഞാൽ അവരെടുക്കും. അല്ലാത്ത പക്ഷം അവർക്ക് ഫ്രഷേഴ്സിനെ വേണ്ട ശരിക്കും പറഞ്ഞാൽ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇന്ന ഫീൽഡിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പിന്നെയും ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കണ്ടൊക്കെ അനുസരിച്ചൊക്കെ വരിക. പിന്നെ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നില്ല കേട്ടോ ഈ കമൻറ്റിന്. എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഞാൻ ആദ്യമൊക്കെ എനിക്കൊരു ഇതുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ആ സാധനം മാറി. ഞാനിപ്പോൾ ഒരു ബാലൻസ് ലെവലിലാണ്. എന്ന് വെച്ചാൽ റിഗ്രറ്റും ചെയ്യുന്നില്ല, പക്ഷേ ഭയങ്കര ഇതാണെന്ന് ഞാൻ പറയുന്നില്ല. ആ ഒരു ലെവലിൽ പോയിക്കൊണ്ടിരിക്കുക. ഒരു 1 ഇയറും കൂടി കഴിയട്ടെ, ഞാനിപ്പോൾ ഇതിന് പക്കയായിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാം. പിന്നെ ഞാൻ വേറൊരു കേസ് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല നോളജുള്ള ആൾക്കാരൊക്കെ ആയിട്ട് നിങ്ങൾ ഒന്ന് സംസാരിക്കുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റും. ഇന്ന കാര്യങ്ങൾ ചെയ്താൽ വേണമെങ്കിൽ ഈ കൺട്രി പോട്ടെ, വേറൊരു കൺട്രിയിലായിട്ട് ഇപ്പോൾ ദുബായി തന്നെ ഇവിടുന്ന് അവിടെ 1 മന്ത് സ്റ്റേ വരെ അടിക്കാൻ പറ്റും. 1 മന്ത് എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു 3 വരെയെങ്കിലും നിൽക്കാൻ പറ്റും. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അത് പക്ഷേ നിങ്ങൾ മാക്സിമം നല്ല നോളജുള്ള ആൾക്കാരൊക്കെ ആയിട്ട് സംസാരിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ കുറേ ഇതൊക്കെ അറിയാൻ പറ്റും. അല്ലാണ്ട് നിങ്ങൾ ഇവിടെ തീർന്നു അയ്യോ നാട്ടിലായിട്ട് പോയേക്കാം. പക്ഷേ അത് കൂടാണ്ട് നിങ്ങൾക്ക് വേറെ കാര്യങ്ങൾ ട്രൈ ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അത് നിങ്ങൾ ആദ്യം ആ ഒരു അറിവ് നിങ്ങൾ മാക്സിമം റിസർച്ചൊക്കെ ചെയ്ത് കണ്ടെത്തുക. അല്ലാണ്ട് വെറുതെ ഒരു മുറി വന്ന് ഇവിടെ ഇരുന്ന് പൊട്ടണ പോലെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഓക്കെ രണ്ടുമൊക്കെ കാട് കയറി പറഞ്ഞ് സോറി ഗൈസ്. അത് നമുക്ക് അടുത്ത ഇതിലായിട്ട് മാനു ലീ അവൻ ചോദിച്ചേക്കണ കേട്ടോ. മനു ഇല്ലേ എന്താണ് പേരൊക്കെയാ ഗൈസ്. സുഖാണോ മച്ചുന്ന്? കുഴപ്പമൊന്നുമില്ല, അങ്ങനെയൊക്കെ ഓടി കൊള്ളാം. അടുത്തത് ബെസ്റ്റ് CV ഫോർ പാർട്ട് ടൈം ജോബ്സ്. ഞാൻ CV-യുടെ കേസ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിനകത്ത് നോക്കുക. ഞാനൊരു ചെറിയൊരു റെഫറൻസ് മോഡലാണ് ഇട്ടേക്കണേ. ഈ പാർട്ട് ടൈമൊന്നും നിങ്ങൾ പ്രൊഫഷണൽ രീതിയിലൊന്നും CV ഒന്നും ഉണ്ടാക്കേണ്ട കേസൊന്നുമില്ല. നിങ്ങൾക്ക് അവർക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇന്ന ഇത് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞാൽ മതി. അപ്പോൾ അതിൻ്റെ ഒരു സാമ്പിൾ മോഡലും ഞാൻ ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ. അല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ എനിക്കൊരു CV എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ അയച്ചു തരാം. വാട്ട്സ് ദ കണ്ടീഷൻ ഇൻ UK റൈറ്റ് നൗ, സ്റ്റിൽ ഗുഡ് ഫോർ സ്റ്റുഡൻസ് എന്ന് ക്വസ്റ്റ്യൻ. അങ്ങനെ ചോദിച്ചാൽ ഞാനിപ്പോൾ ആദ്യമേ കേസ് പറഞ്ഞില്ലേ, വെറുതെ എടുത്തിയാടി വന്ന കാര്യമില്ല. ഇപ്പം അല്ലാത്ത പക്ഷേ ഞാൻ ഒരു കാര്യം, ഇവിടെ നിന്ന് നിങ്ങൾക്കൊരു നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്യണം എന്നുള്ളൊരു തോട്ട് മാത്രമുള്ളെങ്കിൽ UK ഇപ്പോഴും ഗുഡ് തന്നെയാണ്. അതായത് വലിയ കാര്യമായിട്ട് പിള്ളേരെ അഫക്റ്റ് ചെയ്യാനൊന്നുമില്ല. എന്ന് വെച്ചാൽ 20 അവർ നിങ്ങൾക്ക് ഇവിടെ വർക്കും ചെയ്യാം, നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണവരെ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാം. പിന്നെ 80 മന്ത്സിൻ്റെ കേസ് ഇതുവരെ വന്നിട്ട് ജസ്റ്റ് പ്രൊപ്പോസൽ മാത്രമേ വന്നേക്കണം. അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ലാത്ത പക്ഷം ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല. വിസയുടെ ഇതും സ്പോൺസർഷിപ്പൊക്കെ കിട്ടാനുള്ള ആ ത്രെഷോൾഡൊക്കെ മീറ്റ് ചെയ്യേണ്ട ഒരു സീ മാത്രമേ ഉള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾക്കിപ്പോൾ ഒരു പഠിക്കാനായിട്ട് വരികയാണെങ്കിൽ UK ഇപ്പോഴും ഗുഡ് തന്നെ, ഒന്നുമില്ല. ജസ്റ്റ് പഠിച്ച് അവരുടെ സർട്ടിഫിക്കറ്റ് മേടിച്ച് പോകാനാണെങ്കിൽ ഒന്നും ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം വായിച്ചേക്ക്, വരിക പഠിക്കുക പോവുക. ഇവിടുത്തെ ഗവൺമെൻറ്റിനും ഇഷ്ടമുള്ള കേസാണ് അത്. എന്തായാലും ഇഫ് യു ആർ ഇൻ UH ആൻഡ് എ ഫ്രഷർ വിച്ച് അക്കോമഡേഷൻ ഈസ് ബെറ്റർ യൂണിവേഴ്സിറ്റിയോ? ഓന UH-ലാണ് പഠിക്കുന്നതെങ്കിൽ ഇപ്പോൾ സപ്പോസ് ഒരു പുതിയതായി വരുന്ന ഞാൻ ഇപ്പോൾ ഒരു ഫ്രഷർ ആണെങ്കിൽ
യൂണിവേഴ്സിറ്റി ഓഫ് ഹെഡ്ഫോർഡ്ഷയർ ആയിട്ട് ഉദ്ദേശിക്കുന്നത് US എന്ന് പറഞ്ഞാൽ ഏത് അക്കോമഡേഷൻ എടുക്കുന്നു. അത് ഞാൻ പറയുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹെഡ്ഫോർഡ്ഷയർ ഇരിക്കണം എന്ന് പറഞ്ഞാൽ ഔട്ടർ സൈഡിലാണ്, ഔട്ടർ ലണ്ടനിലിരിക്കണം. ഈ ഔട്ടർ ലണ്ടൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ യൂണിവേഴ്സിറ്റി ഇരിക്കുന്ന സ്ഥലം പ്രത്യേകിച്ച് അവിടെ ആകെപ്പാടെ ഉള്ളത് ഒരു ചെറിയൊരു മാളുണ്ട്. അവിടെ എത്ര പേർക്ക് നിങ്ങൾക്ക് ജോലി കിട്ടും അങ്ങനെ കൂടി ആലോചിക്കുക. നിങ്ങളിപ്പോൾ ഒരു പാർട്ട് ടൈം കൂടി അന്വേഷിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ പറ്റുവാണ് സിറ്റി സൈഡ് നോക്കുക. ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 1 hour ട്രാവൽ ചെയ്ത് ലൂട്ടൺ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെയും പക്ഷേ അതൊരു ചെറിയ സിറ്റിയാണ്, അവിടെയും സ്ട്രഗിളാണ്. കുറേ പിള്ളേർ അവിടെയാണ് പഠിക്കണം. അപ്പോൾ അവിടെയും ജോബിൻ്റെ ഭയങ്കര ഇതാണുള്ളത്. അതുകൂടാണ്ട് പിന്നെയുള്ള സ്ഥലം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ലണ്ടനിലായിരിക്കണം. ലണ്ടനിൽ വരിക, ലണ്ടനിലൊരു സോൺ 6 എന്ന് പറഞ്ഞാൽ ഒരു ബോർഡർ സൈഡ് അവിടെ പിടിക്കുക. അതിപ്പോൾ യൂണിവേഴ്സിറ്റിയായിട്ട് പോകാനും സുഖമാണ്, അതേസമയം വർക്ക് ഇപ്പോൾ സെൻട്രൽ ലണ്ടനിലാണെങ്കിൽ അവിടെ വരാനും സുഖമാണ്. അപ്പോൾ അങ്ങനെ നോക്കി അക്കോമഡേഷൻ എടുക്കുന്നതായിരിക്കും പറ്റും. പിന്നെ യൂണിവേഴ്സിറ്റീൻ്റെ അക്കോമഡേഷൻ എനിക്ക് തോന്നുന്നു വീക്കിലി ആയിരിക്കും നിങ്ങൾ പേ കൊടുക്കേണ്ടതെന്നാണ് തോന്നുന്നത്. പോരാത്തതിന് അത്യാവശ്യം കുറച്ച് കോസ്റ്റ് കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ അതൊരു പ്രോപ്പറായിട്ടുള്ള ഇതറിയാം. നമ്മളിപ്പോൾ നിൽക്കണമെന്ന് വെച്ചാൽ ഇതൊരു ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി, അതായത് നമ്മൾ വേറെ ഏജൻസീൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് നമ്മളിപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യുക. അപ്പോൾ അതിന് കുറച്ചും കൂടി കുറവായിരുന്നു. നമ്മൾ ഷെയർഡാണ്, എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് നിൽക്കണം. മറ്റേതാകുമ്പോൾ നിങ്ങൾ ഇൻഡിവിജ്വലി ആയിരിക്കും, അല്ലാത്ത പക്ഷേ നിങ്ങൾ ഷെയർ ആക്കണം എന്ന് പറഞ്ഞാൽ. പക്ഷേ അതിനും കുറേ ലിമിറ്റേഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് റേറ്റ് കൂടുതലായിരിക്കും ബ്രോ. യൂണിവേഴ്സിറ്റി ഈ ഹെഡ്ഫോർഡ്ഷയർ ആയതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. അവിടെ ഒരു അഭിപ്രായത്തിൽ അവിടെ നിൽക്കേണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. പിന്നെ വേറെ ഉണ്ട്, ഹെൽത്ത് കെയർ റിലേറ്റഡ് കോഴ്സ് എടുത്ത് UK വന്ന് സെറ്റിൽ ചെയ്യാൻ പറ്റും. പറ്റിയൊക്കെ ചെയ്യുക. ഹെൽത്ത് കെയർ ഫീൽഡ് ഇപ്പോഴും നല്ല ഇതെന്നാ പറയുന്നത്, ബൂമിങ് ആയിട്ടുള്ളതാണ്. അത് നിങ്ങൾ ഏത് ഫീൽഡാണ് എടുക്കുന്നതെന്ന് പോലെ ഇരിക്കും. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നിലവിൽ ഞാൻ കണ്ടേക്കുന്നത് വെച്ചാൽ എളുപ്പത്തിൽ വിസ കിട്ടാനുള്ളൊരു കേസ് എന്ന് പറഞ്ഞാൽ കെയർ ഹോമിൻ്റെ വിസയാണ്. അതിന് അധികം ത്രഷോൾഡ് ഈ മറ്റേതുപോലെ 38,000 പൗണ്ട് അത്ര ഒന്നും മീറ്റ് ചെയ്യണ്ട. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 27 അങ്ങനെ എങ്ങാണ്ട് വന്നു, 27 28 അത്ര എങ്ങാണ്ടോ തോന്നുന്നു. അതുകൂടാണ്ട് കുറേ കെയർ ഹോംസും വിസ സ്പോൺസർ ചെയ്യാനുണ്ട്. അത് നിങ്ങളവിടെ വർക്ക് ചെയ്യണം കേട്ടോ. ഇപ്പോൾ നിലവിലത്തെ ഒരു പുതിയ ലോ വന്ന ഇതിൽ 3 മാസമെങ്കിലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് അവിടെ വർക്ക് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കണം. അപ്പോൾ നിങ്ങൾക്കിങ്ങനെ ഹെൽത്ത് കെയർ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യണമെന്നുണ്ട് അങ്ങനെയൊക്കെ നോക്കിയാൽ വിസയൊക്കെ കിട്ടാൻ പെട്ടെന്ന് തന്നെ വർക്ക് വിസയിലായിട്ട് കൺവേർട്ട് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞ് കുറേ നാൾ നിന്ന് കഴിയുമ്പോൾ ഞാൻ നിങ്ങളുടെ ഒരു ഇതും കൂടി ആയിരിക്കും, അതായത് ഇത്രയും കൊല്ലം ഈ ജോലിയും ചെയ്തുകൊണ്ടിരിക്കണം. കെയർ ഹോം ആണെങ്കിൽ കെയർ ഹോം. അപ്പോൾ ചിലവർക്കൊക്കെ ചില സെക്കൻഡ് തോട്ടൊക്കെ വരും. എൻ്റെ ഒരു പകുതി ലൈഫോളം, അതും നല്ല പ്രായത്തിലെ ഒരു ലൈഫോളം ഇങ്ങനത്തെയൊക്കെ ജോബിലൊക്കെ എൻറോൾ ചെയ്ത് പോകുകയെന്ന് വെച്ചാൽ, അല്ലാത്ത പക്ഷേ നല്ല സാലറി കിട്ടണമെങ്കിൽ ഓക്കെ. ഇതിന് കുറവെന്നല്ല പറയുകയാണ്. ഇവിടുത്തെ ഇത് വെച്ച് നോക്കുമ്പോൾ നാട്ടിൽ നല്ല റേറ്റാണ് എന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് 2 പൊക്കത്തൊക്കെ കിട്ടിയെന്നൊക്കെ ഇരിക്കും. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഞാൻ പറഞ്ഞു ചാൻസ് ഉണ്ട്, അത്യാവശ്യം നല്ല ഫീൽഡാണ്. പിന്നെ നേഴ്സിങ്ങിൻ്റെ കേസ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് ജസ്റ്റ് എടുത്ത് കാണുക. നേഴ്സിങ്ങിനും പിന്നെ ഇവിടുത്തെ ആളെടുക്കാനാണ് അവർ മാക്സിമം പറയുന്നത്, ഇപ്പോൾ ഗവൺമെൻറ് ആണെങ്കിൽ തന്നെ. അപ്പോൾ ഇവിടുത്തെ കുറേ ഇതിന് ഹോസ്പിറ്റലിനും ഇതിനൊക്കെ നല്ല പ്രഷറുണ്ട്. പോരാത്തതിന് ഓവർ സ്റ്റാഫ്ഡും ആണ്. അപ്പോൾ നോക്കിയും കണ്ടൊക്കെ എടുക്കുക ഗൈസ്. ഓക്കെ. പിന്നെ അടുത്ത വന്ന കമൻറ്റാണ്, ബ്രോ ഈ ഫോറക്സ് കാർഡ് എടുക്കണം ഫോർ ഇനീഷ്യൽ. ഞാൻ എന്ത് അയച്ചേക്കണം ബ്രോ, ഈ ഫോറക്സ് കാർഡ് എടുക്കണം ഫോർ ഇനീഷ്യൽ ഡേയ്സ് എന്നുണ്ടോ? കാരണം നമ്മുടെ UK അക്കൗണ്ട് ആക്ടിവേറ്റ് ആക്കാൻ ടൈം എടുക്കില്ലേ? ആ കേസിൽ വേണോടാ, ഫോറക്സ് കാർഡ് വേണം. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ ആദ്യം തന്നെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുത്തെ ഈ കാർഡെന്ന് പറഞ്ഞാൽ, അല്ലാത്ത പക്ഷേ ഫ്രണ്ട്സ് ത്രൂ ആണെങ്കിൽ ഇത് എടുക്കുന്നത് വെച്ചാൽ കുഴപ്പമില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ അഡ്രസ്സൊക്കെ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും കാർഡ് വരാനൊക്കെ. അപ്പോൾ ആരെങ്കിലും ഇവിടെ അറിയുന്നതുകൊണ്ട് കുറച്ചുകൂടി പെട്ടെന്ന് സെറ്റ് ചെയ്യാം. പക്ഷേ അതിനൊരു എമർജൻസി സിറ്റുവേഷൻ നിങ്ങളിപ്പോൾ ഇവിടെ എയർപോർട്ട് ഇറങ്ങി നിങ്ങൾക്ക് എന്തെങ്കിലും മേടിക്കണമെന്നെങ്കിലോ അല്ലെങ്കിൽ ഒരു ടാക്സി വിളിക്കണമെന്നെങ്കിലോ എല്ലാത്തിനും കയ്യിൽ കുറച്ച് ഫണ്ട് ഇരിക്കണം നല്ലതായിരിക്കും. അപ്പോൾ കുറച്ച് ക്യാഷായിട്ടും കാർഡായിട്ടും എടുത്തു വെച്ചോ. എന്ന് വെച്ചാൽ ഭയങ്കര ഹ്യൂജ് എമൗണ്ടൊന്നും ലോഡ് ചെയ്യാണ്ട്. ഇപ്പോൾ സപ്പോസ് നിങ്ങളൊരു 50,000 ആണ് നിങ്ങളുടെ ബഡ്ജറ്റെങ്കിൽ 25 ക്യാഷായിട്ട് എടുക്കുക, 25 കാർഡിൽ ഇട്ടുകൊണ്ട് വരിക. അപ്പോൾ ചില സ്ഥലത്ത് ഇവിടെ ഇപ്പോൾ ലണ്ടനിൽ തന്നെ ബസ്സിലൊന്നും ക്യാഷ് അടിക്കുകയില്ല, കാർഡ് തന്നെ ടാപ്പ് ചെയ്യണം. അപ്പോൾ ടാപ്പ് ചെയ്യേണ്ട സ്ഥലത്ത് കാർഡ് ടാപ്പ് ചെയ്യാം, ക്യാഷ് കൊടുക്കേണ്ട സ്ഥലത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാഷും കൊടുക്കാം. അപ്പോൾ അത് നോക്കിയും കണ്ടും എടുക്കുക. ഓക്കെ. അടുത്ത കമൻറ്റ്, ബ്രോ നിങ്ങളുടെ കോഴ്സ് ഏതാണ്? അപ്പോൾ ഗൈസ് ഇത് കുറേ പേരോട് ചോദിക്കണമെന്ന് ഞാൻ ഇതിനൊക്കെ റിപ്ലൈ കൊടുത്ത് എന്നാലും ഞാൻ പറയാം. ഞാൻ എടുത്തേക്കണമെന്ന് പറഞ്ഞാൽ 2 year കോഴ്സാണ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആൻഡ് സിസ്റ്റം സെക്യൂരിറ്റി വിത്ത് അഡ്വാൻസ് റിസർച്ച് എന്നാണ് കോഴ്സിൻ്റെ പേര്. ഞാൻ 2nd year ഇപ്പോൾ തീരാറായി. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഈ ലാസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞ സാധനമല്ലേ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആൻഡ് സിസ്റ്റം സെക്യൂരിറ്റി വിത്ത് അഡ്വാൻസ് റിസർച്ച്. ഈ റിസർച്ചിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ പരിപാടിയിലൂടെയാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല കോഴ്സാണ്, നല്ല സ്കോപ്പുള്ള കോഴ്സാണ്. വേണ്ടവർക്ക് ചൂസ് ചെയ്യാം. കുറച്ച് പാടാണ്, ഞാനുള്ള കാര്യം പറയാമല്ലോ. ഇപ്പം നോർമൽ കോഴ്സ് മറ്റേ
നോർമൽ കോഴ്സ് പോലത്തെ മറ്റേ MBA അങ്ങനത്തെ കുറേ പരിപാടിയൊക്കെ സുഖ പാസ്സാവാൻ. ഇത് അസൈൻമെൻറ്റ് വെച്ചാലും ചിലപ്പോൾ അവന്മാർ തോപ്പിച്ച് കളയും. റിട്ടേൺ എഴുതിയാലും വേണ്ട സാധനങ്ങളില്ലെങ്കിൽ അവന്മാർ തോപ്പിച്ച് കളയും. ഡെസർട്ടേഷൻ ഞാനിപ്പോൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. ഡെസർട്ടേഷനും അത്യാവശ്യം കുറച്ച് പാടാണ്. അന്യായ ചോദ്യമാണ്, ക്വസ്റ്റ്യൻസാണ് നമ്മുടെ നേരെ വരുന്നത്. അതും കുറച്ച് ടഫുള്ള രീതിക്കാണ് അവന്മാർ ചോദിക്കുന്നത്. നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ അല്ല, ഇപ്പോൾ എൻ്റെ ഒരു കേസിൽ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് സാധനം നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കിയാണ് ചെയ്യണം. അതായത് കുറച്ച് AI റിലേറ്റഡും സൈബർ സെക്യൂരിറ്റിയൊക്കെ കുറച്ച് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ പുറത്തു കൊടുത്ത് ചെയ്യിക്കുകയാണെങ്കിൽ ഇതിനകത്ത് കുറേ കോഡും കുറേ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം വരുമ്പോൾ ഇന്ന സാധനങ്ങൾ എവിടേക്കാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കണം, ഇന്ന കോഡ് എന്തിനാണ് യൂസ് ചെയ്തേക്കണം. അതും നമ്മൾ വിചാരിക്കുന്ന ഒരു പേജ് കോഡൊന്നും അല്ലായിരിക്കും, ഒരു കുന്നുകണക്കിനുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ അവന്മാർ ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അവർക്കൊന്നും അറിയത്തില്ല, പക്ഷേ അവർ നല്ല രീതിക്ക് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുക, വെച്ചേക്കുന്ന സാധനം എന്താണ് അതെല്ലാം ചോദിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ പുറത്ത് കൊടുത്ത് ചെയ്യിക്കുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ കോഴ്സിൻ്റെ കേസാണെങ്കിൽ ഞാൻ പറയണത്, നല്ല രീതിക്ക് നിങ്ങൾ പഠിച്ചിട്ട് ഡെസർട്ടേഷൻ ആണെങ്കിലും പോവുക. അല്ലാത്ത പക്ഷം അവന്മാർ അവിടെ ഇട്ട് കൊല്ലും. എത്ര പേരൊക്കെയാണ് പോകുന്നറിയാം. എന്നിട്ട് രണ്ടാമത് ഇത് റെഫറൽ എന്ന് പറഞ്ഞ പരിപാടിയിൽ കൂടെയാണ് ഇപ്പോൾ കുറേ പേര് പാസ്സായേക്കണം. അപ്പോൾ പുറത്തു കൊടുത്ത് ചെയ്യിക്കുന്നവരോട് പറഞ്ഞാൽ നോർമൽ കോഴ്സാണെങ്കിൽ ഓക്കെ, ഇന്ന കോഴ്സിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു കേസൊക്കെ ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരികയോ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടെങ്കിൽ പ്രിപ്പയർ ആയിരിക്കുക. അല്ലാത്ത പക്ഷം തന്നെ ചെയ്യുക. കുറേ പേരൊക്കെ എനിക്കറിയാവുന്നതൊക്കെ ChatGPT ഒക്കെ പ്ലസ്സൊക്കെ എടുത്തിട്ട് സെറ്റാക്കി ഇവർ കുറേ ഡെമോയും വെക്കും കേട്ടോ. നമ്മൾ ഒറ്റയടിക്ക് ചെന്ന് ചെയ്യണ ഒരു സംഭവമില്ല. അതെനിക്ക് പറയാനുള്ള ചില കോഴ്സിൽ അസൈൻമെൻറ്റ്സിന് നിങ്ങൾ പുറത്ത് കൊടുത്തിട്ട് നേരെ സബ്മിറ്റ് ചെയ്താൽ മതി. പക്ഷേ എൻ്റെ കോഴ്സിൽ ഞാൻ കണ്ടേക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അസൈൻമെൻറ്റ് ചെയ്യുന്നതിന് 2 ഡെമോ ഉണ്ട്. അതായത് ഫസ്റ്റത്തെ ഡെമോ നിങ്ങൾ ആദ്യമേ തുടങ്ങിയിട്ട് എന്തോരായി അത് നിങ്ങൾ സാറിനെ കാണിക്കണം, അപ്പോൾ അവന്മാരവിടെ മാർക്കിടും. രണ്ടാമത്തെ നിങ്ങൾ എവിടം വരെ ആയി തീർന്നോ എന്നൊരു സംഭവം കൂടി കാണിക്കണം, അപ്പോൾ അവിടെയും മാർക്കിടും. അപ്പോൾ ഈ സാധനം ഞാൻ പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ തേയും. അപ്പോൾ അങ്ങനത്തെ കുറേ പരിപാടി. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് നല്ല പഠിപ്പ് കിട്ടുന്ന പിള്ളേരൊക്കെ ആയിട്ട് കമ്പനിയാകുക. ചുമ്മാ വെറുതെ കമ്പനിയായി എന്തെങ്കിലുമൊക്കെ ഉപകരിക്കൂടാവേ. അല്ലാത്ത പക്ഷം ഗ്രൂപ്പൊക്കെ തിരികെയാണെങ്കിലും കുറച്ച് പഠിപ്പും വിവരമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ പാസ്സായി പോകും. ഉള്ള കാര്യം പറയാം, അവന്മാരോടൊന്ന് പറയുക, എടാ ഒന്നും കൂടി നമുക്കും കൂടി സെറ്റാക്കി തരാം, ചെയ്തു തരും, നല്ല മനസ്സുള്ള പിള്ളേരാ. എനിക്കങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വേറെ എന്നതാ വന്നേക്കണം. അയ്യോ, ഫോൺ ഹാങ് ആയല്ലോ. ഇതെൻ്റെ പഴയ ഫോണാട്ടോ ഗൈസ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യണ ഫോൺ അവിടെ ക്യാമറയാക്കി വെച്ചേക്കുകയാണ്. ഇപ്പോൾ ഇത് കുറച്ച് നല്ല രീതിക്ക് ഹാങ് ആവട്ടെ. ഞാനൊരു ജസ്റ്റ് ഒരു എമർജൻസി പർപ്പസിന് വേണ്ടി കൊണ്ടുവന്നതാണ്. നിങ്ങൾക്ക് എടുത്തേണ്ടി വരും. ഇപ്പോൾ കയ്യിരിക്കുന്ന ഫോൺ ഐഫോണൊക്കെ ആണെങ്കിൽ ഇവിടെ കുറേ ഇതൊക്കെ ഉള്ളതാണ്. ചിലപ്പോൾ അടിച്ചിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ബാക്കപ്പിന് വേണ്ടി ഒരു ഫോൺ ഇരിക്കണം, നല്ലതാണ്. പോക്കോ കേട്ടോ. പിന്നെ എന്ത് പുല്ലാണ്, അനങ്ങൊന്നുമില്ല. ഫോറക്സിൻ്റെ കേസൊക്കെ നമ്മൾ പറഞ്ഞതല്ലേ. അടുത്തതാട്ടോ, ക്യാൻ യു ഗിവ് മീ സം ടിപ്സ് ഓഫ് ഫസ്റ്റ് വീക്ക് ഇൻ UK? വാട്ട് ഓൾ തിങ്സ് വി നീഡ് ടു ഡു? ഞാനത് കാര്യം പറയും, ഇതൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ട കോമൺ ഡൗട്ട്സൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്. മാക്സിമം അത് കാണുന്നത് ഞാൻ പക്കാ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ സാധനത്താണ് ഇപ്പോൾ എനിക്ക് ഇൻസ്റ്റയിലാണെങ്കിലും എങ്ങനെയുണ്ട് അതിങ്ങനെയുണ്ട്. അപ്പോൾ എനിക്കത് ചാറ്റിലൂടെ കൂടി ഇപ്പോൾ ഒരു സെൻറ്റൻസൊക്കെ ചിലപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അതേസമയം ഞാൻ ഇവിടെ വീഡിയോ ആയിട്ട് അരമണിക്കൂറോളം ഞാൻ എന്നാ പറയുക വായിട്ട് അലച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കേട്ടാൽ നിങ്ങൾക്ക് മാക്സിമം ഇൻഫർമേഷൻ ആയിരുന്നു കിട്ടും. ഞാൻ മാക്സിമം എനിക്കറിയാവുന്ന രീതിക്ക് ഞാൻ എല്ലാം പറഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്. ഏതാ എന്നെ പോലീസ് പിടിക്കട്ടെ. അപ്പോൾ അതൊന്നും കാണാണ്ട് വന്നിട്ട് ഇങ്ങനെ ഇട്ടേണ്ട കാര്യമില്ല. ഇപ്പോൾ ഫസ്റ്റ് വീക്ക് എന്നാ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് വീക്ക് സപ്പോസ് ഇവൻ ചോദിച്ചാൽ ഞാൻ പറയാം, നിങ്ങളിവിടെ ലാൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് NIക്ക് അപ്ലൈ ചെയ്യണം, പിന്നെ GP, പിന്നെ നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ID ഒക്കെ പോയി കളക്ട് ചെയ്യണം. ഫസ്റ്റ് തന്നെ ഒരു ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം. ഫിസിക്കലും ഒരു വെർച്വൽ ആയിക്കോട്ടെ. ചിലപ്പോൾ ഫിസിക്കലിൻ്റെ കേസിൽ ചിലപ്പോൾ അവരൊരു പറയാൻ വെരിഫിക്കേഷന് വേണ്ടി ബ്രാഞ്ചിലായിട്ട് വരാനൊക്കെ പറയും. അങ്ങനത്തെ കുറേ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യണം നിങ്ങൾ ഫസ്റ്റ് വീക്ക് വരുമ്പോൾ. പിന്നെ ഇതാ പറഞ്ഞാൽ ഞാൻ മറ്റേ വീഡിയോയിൽ ഞാൻ പക്കയായിട്ട് പറഞ്ഞിട്ടുണ്ട്. മാക്സിമം അത് കാണാത്തവർ കാണുക. അപ്പം വീഡിയോ എല്ലാം നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഞാൻ അഥവാ വേണമെന്നുണ്ട് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം, ഒരു കമൻറ്റായിട്ട് ഇട്ടാൽ മതി. ആരൊക്കെയും വേണമെന്നുണ്ടെങ്കിൽ തപ്പി പിടിക്കാൻ ചിലർക്ക് താല്പര്യം കാണിയല്ല, സ്വാഭാവികം, എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ ഇത്. അപ്പോൾ അത് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടാൽ ഞാൻ വേണമെങ്കിൽ ഇതിലിടാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം ലിങ്ക്. ഓക്കെ. പിന്നെ വേറൊരു ഒരു കമൻറ്റ് കൂടിയേ ഉള്ളൂ ഉണ്ട്, കുറേ ഞാൻ സ്കിപ്പ് അടിച്ച് വിട്ടതാണ്. അന്ന് എനിക്ക് പറയണമെന്ന് താല്പര്യം തോന്നിയില്ല, അത് കാരണം കേട്ടോ ഗൈസ്. പിന്നെ വേറൊരു കേസ്, ഈ UK ഇപ്പോൾ ലണ്ടനിൽ തന്നെ എവിടെ അക്കോമഡേഷൻ നോക്കണമെന്ന് ഒന്നും കൂടി ചീപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈസ്റ്റ് സൈഡിലാണ് ഒന്നും കൂടി ചീപ്പായിട്ട് ഞാൻ കണ്ടേക്കുന്നത്. ഈസ്റ്റ് സൈഡും
പിന്നെ സോൺ 6 ഒക്കെ ഇല്ല, ഞാൻ പറയില്ല ബോർഡർ സൈഡിലൊക്കെ ആണെങ്കിൽ ഒന്നും കൂടി റെൻറ്റ് കുറവാണ്. ഈ ഈസ്റ്റ് സൈഡിൽ നിന്ന് ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ അവിടെ ഇന്ത്യൻസ് കൂടുതലാണ്. മലയാളികൾസിൻ്റെ കുറേ ഏജൻസീസും പ്രോപ്പർട്ടീസും ഉണ്ട്. ഷെയർഡ് ആയിക്കോട്ടെ, അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം റേറ്റ് കുറച്ച് കിട്ടും. അല്ലാത്ത പക്ഷം നിങ്ങളിപ്പോൾ നടുക്കായിട്ട് വരികയെന്ന് വെച്ചാൽ ലണ്ടൻ്റെ സോൺ 3-2 വരെയൊക്കെ വരുമ്പോൾ തന്നെ റേറ്റ് അന്യായമായിട്ട് കൂടി വരും. അപ്പോൾ അങ്ങനെ ഒന്ന് നോക്കുക. സ്പെയർ റൂം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്. നല്ല വെരിഫൈഡ് ആയിട്ടുള്ള എല്ലാ പരിപാടിയും കിട്ടും. സ്പെയർ റൂം, റൈറ്റ് മൂവ്. മറ്റേന്നൊക്കെ പറയണത് മലയാളികളും വാട്സപ്പ് ഗ്രൂപ്പ് ഏജൻസിയൊക്കെയാണ്. കുറേ പേർക്കൊന്നും ഡെപ്പോസിറ്റ് കിട്ടണമെന്നില്ല, അങ്ങനത്തെ കുറേ സീനൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഇവന്മാരാകുമ്പോൾ പിന്നെയും ഒന്നും കൂടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ അതൊക്കെ നോക്കിയും കണ്ട് ചെയ്യാം. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞ സേനം ഞാൻ വീഡിയോ ആയിട്ട് പണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അതും ചോദിച്ച് വരരുത്, അതും നോക്കുക. പിന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളു. ഇനി എന്തെങ്കിലുമൊക്കെ അറിയുന്നുണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന പിള്ളേർക്കാണേലും ഇനി വരാൻ പോകുന്ന പിള്ളേരാണേലും നോക്കിയും കണ്ടൊക്കെ വരിക. എല്ലാം അറിഞ്ഞ് മനസ്സിലാക്കി റിസർച്ചൊക്കെ ചെയ്ത് പക്കായിട്ടൊരു പ്ലാനോട് കൂടി വരിക. എടുത്തിയാടി ഒന്ന് ഇവിടെ വന്നിട്ട് പെട്ടുപോകരുത്, അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ഗൈസ്.